നമസ്കാരം. ഫ്യൂച്ചർ സൊല്യൂഷൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു 8 കിലോ വാട്ടിൻ്റെ എൻഫേസിൻ്റെ മൈക്രോ ഇൻവെർട്ടർ സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്നതാണ് ഫുൾ ഒരു സിസ്റ്റം വന്നേക്കുന്നത് 8 കിലോ വാട്ടിൻ്റെ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം 14 പാനലോളം ഉണ്ട്. 14 പാനലിൻ്റെ ലൂം സോളാറിൻ്റെ 600 വാട്ട്സിൻ്റെ ടോപ്പ് കോൺ പാനൽസാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. നമ്മളിതിൻ്റെ ഒരു ഫ്ലാറ്റ് റൂഫ് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ സ്ട്രക്ചർ വർക്കും കാര്യങ്ങളെല്ലാം ആസ് യൂഷ്വൽ നമ്മൾ സ്ക്വയർ പൈപ്പിൽ വിത്ത് എപ്പോക്സി പ്രൈമറൊക്കെ അടിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. താഴെ നമ്മൾ മൈക്രോ ഇൻവേർട്ടേഴ്സിൻ്റെ സെറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കാണാവുന്നത് പോലെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ടോപ്പ് കോണിൻ്റെ 600 വാട്ട്സിൻ്റെ ലൂം സോളാറിൻ്റെ പാനൽസാണ് ബൈഫേഷ്യൽ. അപ്പം അതുകൊണ്ട് തന്നെ താഴെ നിന്ന് ഇനിയും റിഫ്ലക്റ്റീവ് ഒരു കോട്ടിങ് പെയിൻറ്റോട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി താഴെ നിന്നുള്ള പ്രൊഡക്ഷനൂടെ നമുക്ക് റിഫ്ലക്റ്റീവ് പ്രൊഡക്ഷനൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ മൈക്രോ ഇൻവെർട്ടേഴ്സ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്ന രീതി നമുക്കിപ്പോൾ കാണാവുന്നതാണ്. വെർട്ടിക്കൽ മൗണ്ടാണ് ചെയ്തേക്കുന്നത്. നമ്മളൊരു മൊത്തം 14 പാനൽസ് 600 വാട്ട്സിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം 8.4 കിലോ വാട്ട് നമുക്ക് പ്ലാന്റ് കപ്പാസിറ്റി നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇതുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭാവിയിൽ കസ്റ്റമറിന് എന്തെങ്കിലും എക്സ്പാൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഈസി ആയിട്ട് അത് അവർക്ക് അച്ചീവ് ചെയ്ത് ഇനിയും നമ്മളിവിടെ സ്ഥലവും കാര്യങ്ങളും ഒക്കെ നമുക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പം അവർക്ക് ഈസിലി അത് അച്ചീവ് ചെയ്ത് നമുക്കതിന് മുമ്പോട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റും. അപ്പം ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ഇൻസുലേഷൻസ് ബാക്കിയെല്ലാം താഴെയാണ് വരുന്നത്. അപ്പം അതിൻ്റെ എൻവേസിൻ്റെ ACDB ബോക്സും കാര്യങ്ങളും എല്ലാം താഴെ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ കാണാവുന്നത് പോലെ നമ്മൾ ഇതിൻ്റെ പൈപ്പിംഗ് എല്ലാം ചെയ്തേക്കുന്നത് 25 mm പൈപ്പ് വെച്ചിട്ടാണ് നമ്മളിവിടെ വരെ കൊണ്ടുവന്നേക്കുന്നത്. ഇതിൻ്റെ കേബിളിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഇത് എല്ലായിടത്തും നമ്മൾ പൈപ്പിംഗ് അടിച്ച് സ്ക്വയർ പൈപ്പ് നമ്മൾ അത് സ്ക്രൂ അടിച്ച് തന്നെയാണ് നമ്മളിവിടെ എല്ലാം കൊണ്ടുവന്നേക്കുന്നത്. അതുകൂടാതെ ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ ഒരു കമ്പൈനർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ കമ്പൈനർ ബോക്സിൽ നമ്മൾ ന്യൂട്രൽ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ താഴോട്ട് ഇതെല്ലാം ഇവിടെ കൊണ്ടുപോയേക്കുന്നത്. ഇവിടെ കാണാവുന്നതിൻ്റെ വിട്ട് എങ്ങും കാല് ചവിട്ടി പൊട്ടാത്ത രീതിയിൽ നമ്മൾ ഭിത്തിയെക്കൂടാണ് അതിൻ്റെ ക്ലാമ്പിങ്ങും വയറിങ്ങും എല്ലാം നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റർ നമ്മൾ ചെയ്തേക്കുന്നത് ഈ സൈഡിലായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ലൈറ്റ്നിങ് അറസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ ലൈറ്റ്നിങ് അറസ്റ്റർ ചെയ്തേക്കുന്നത് മൾട്ടി സ്പൈക്കിൻ്റെ ലൈറ്റ്നിങ് അറസ്റ്റർ വിത്ത് 50 mm സിംഗിൾ കോർ അലൂമിനിയം കേബിളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ നൈലോൺ ഹോൾഡേഴ്സ് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഭിത്തിയുടെ വഴി കൂടെ തന്നെ നമ്മൾ കൊണ്ടുപോയി നമ്മൾ താഴോട്ട് അടിച്ചു വിട്ടേക്കുന്നത്. നമ്മളിതിൻ്റെ പാനൽ മൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം അലൂമിനിയത്തിൻ്റെ മിഡ് ക്ലാമ്പും എൻ ക്ലാമ്പും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെന്നിട്ട് നട്ട് ബോൾട്ട് ചെയ്ത് നമ്മൾ SS-ൻ്റെ നട്ട് ബോൾട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. എപ്പോക്സി പ്രൈമർ അടിച്ച് എല്ലാ എൻഡ് ക്യാപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വെൽഡിങ്ങും സ്ക്വയർ പൈപ്പിൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. പിന്നെ എല്ലാത്തിൻ്റെയും അവസാനം നമ്മൾ ബേസ് എല്ലാം നമ്മൾ ഡ്രിൽ ചെയ്തതിന് ശേഷം നമ്മൾ ബേസ് എല്ലാം നല്ല വൃത്തിക്ക് കോൺക്രീറ്റ് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതാകുമ്പോഴത്തേക്കും എൻ്റെ ഭാവിയിൽ ലീക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വരുത്തുമില്ല. ബാക്കി താഴത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ എൻഫേസിൻ്റെ DB ബോക്സും മീറ്റർ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്നും ആ കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ നോക്കാം. നമ്മൾ എൻഫേസ് വെക്കുന്നതിൻ്റെ മെയിൻ പ്രയോജനം തന്നെ നമുക്ക് ഭാവിയിൽ നമ്മുടെ എനർജി യൂസേജിനനുസരിച്ച് നമുക്ക് കൂട്ടാം. നമുക്കതിനനുസരിച്ച് പാനലിൻ്റെ നമുക്ക് കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഇല്ല. നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ആഡ് ഓൺ ആയിട്ട് തന്നെ നമുക്ക് കൂട്ടണമെങ്കിൽ നമുക്ക് കൂട്ടി ഭയങ്കര അനായാസമായിട്ട് നമുക്ക് കൊണ്ടുപോകാം. അതുകൂടാതെ നമുക്ക് ഇപ്പം പുതിയ ഭാവിയിൽ നമുക്ക് ഹൈബ്രിഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈബ്രിഡായിട്ട് നമുക്ക് അത് കൺവേർട്ട് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. ഈ കാണുന്ന നമ്മുടെ സിസ്റ്റത്തിൻ്റെ അവിടെ ഒരു എൻഫേസിൻ്റെ ഒരു ചാർജ് കൺട്രോളർ ഒരു എനർജി കൺട്രോൾ ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസും നമുക്ക് അതിൻ്റേതായുള്ള എൻഫേസിൻ്റെ ബാറ്ററീസും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ആ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈസിലി നമുക്ക് ഹൈബ്രിഡായിട്ട് നമുക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പം ഭാവിയിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളെന്തെങ്കിലും വന്നു കഴിഞ്ഞാലും നമുക്ക് ഒന്നും നമുക്ക് ടെൻഷൻ അടിക്കാതെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ നമുക്ക് ഇരിക്കുന്ന സാധനങ്ങളൊന്നും വേസ്റ്റ് ആവാതെ തന്നെ നമുക്ക് പൈസ ലാഭിക്കാൻ പറ്റുന്നൊരു സിസ്റ്റമാണ് നമ്മൾ എൻഫേസിൻ്റെ ഈ ഒരു സിസ്റ്റം കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഇപ്പം ഈ വീട്ടുകാർക്ക് തന്നെ ഒരു BYD ഉണ്ട്. അവർ ആ EV കാറിൻ്റെ ചാർജിങ്ങും അവരുടെ വീട്ടിലേക്കുള്ള കൺസംഷനും കാര്യങ്ങളെല്ലാം ഈ ഒറ്റ സോളാർ പ്ലാന്റിൽ നിന്നാണ് അവർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ്. പെട്രോൾ അടിക്കേണ്ട ഫ്രീ സോളാറിൽ നിന്ന് തന്നെ നമുക്ക് വരുന്ന കറണ്ട് കൊണ്ട് തന്നെയാണ് അവർ EV കാർ ഉപയോഗിക്കുന്നത്. ഇൻഡക്ഷൻ കുക്കർ, AC അതുപോലത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അനായാസം നമുക്ക് കറണ്ട് ബില്ല് പേടിക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതൊക്കെയാണ് നമുക്ക് ഈ ഓൺ ഗ്രിഡ് സോളാർ വെക്കുന്നത് കൊണ്ട് നമുക്കുള്ള ഗുണം വരുന്നത്.
ഇപ്പം ഇനിയും വരുന്നത് നമുക്ക് ഹൈബ്രിഡ് കാര്യങ്ങൾ ടെക്നോളജി ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് അഡാപ്റ്റബിൾ ആയതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഇപ്പോഴത്തെ ഹൈ റേറ്റിൽ നമുക്ക് ബാറ്ററീസും കാര്യങ്ങളൊന്നും വാങ്ങിക്കേണ്ടി വരുന്നില്ല. നമുക്ക് ഭാവിയിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് ഇഷ്യൂ ആകും. അത്രയും കറണ്ട് കട്ട് അത്രയും ഫ്രീക്വൻ്റ് അല്ലാത്ത ഒരു ഏരിയയും കൂടെ ആയതുകൊണ്ട് അവർക്കിപ്പോൾ അതിൻ്റെ ഒരു ബാറ്ററിയും കൂടെ അറ്റാച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വീട്ടിലേക്ക് സാധാരണ ഒരു ഇൻവെർട്ടർ ഇവർക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സൈറ്റിൽ നമുക്ക് ചെയ്യുന്നത്. ഇനി ബാക്കി നമ്മുടെ മീറ്ററിൻ്റെ ഭാഗം കൂടെ നമുക്ക് കാണാം. സ്ട്രക്ചറിൻ്റെയും ലൈറ്റ്നിങ് അറസ്റ്റിൻ്റെയും കേബിളിങ് നമ്മൾ ഇതുവഴി ഇങ്ങനെ ഭിത്തിയെ കൊണ്ടുവന്ന് താഴത്തെ ഭാഗം ഒരു PVC പൈപ്പ് വെച്ചിട്ട് ആരും തൊട്ട് കഴിഞ്ഞാൽ ലീക്കൊന്നും വരാത്ത രീതിയിൽ നമ്മളൊന്ന് ഇൻസുലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടുന്ന് പിന്നെ ഈ സൈഡിൽ താഴെ നമ്മൾ ഇവിടെ എർത്തിങ്ങും അതേപോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ എർത്തിങ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എൻഫേസിൻ്റെ ACDB നമ്മൾ ഇവിടെ ആയിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. നമ്മുടെ മുകളിൽ നിന്ന് വരുന്ന വയേഴ്സിൻ്റെ നമ്മുടെ എൻഫേസിൻ്റെ കേബിളിങ്ങിൻ്റെ ഒരു ഐസൊലേറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ എൻവോയുടെ ഒരു ഐസൊലേറ്റർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ കാണുന്നതാണ് നമ്മുടെ എൻഫേസിൻ്റെ ACDBയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ മുകളിൽ നിന്ന് വരുന്ന നമ്മുടെ കേബിളിങ്ങും കാര്യങ്ങളും നമ്മൾ അതിനൊരു സെപ്പറേറ്റ് ഐസൊലേറ്റർ നമ്മൾ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൈഡിലിരിക്കുന്നതാണ് എൻഫേസിൻ്റെ എൻവോയ് വരുന്നത്. അതുകൂടാതെ നമ്മൾ എൻവോയ്ക്ക് വേണ്ടി ഒരു 3 ഫേസിൻ്റെ ഒരു MCB കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ വെളിയിൽ നിന്ന് വരുന്ന നമ്മുടെ KCB ഇൻലെറ്റിന് വേണ്ടിയുള്ള ഒരു MCBയും അതിനോട് തന്നെ ഒരു SPD നമ്മൾ സിറ്റലിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ IQ റിലേ വരുന്നതാണ്. നമ്മുടെ എന്തെങ്കിലും KCB ലൈനിൽ നിന്ന് സർജ് വോൾട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ ലൈൻ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് എൻഫേസിൻ്റെ റിലേസ് വരുന്നത്. അതുകൂടാതെ നമ്മൾ ഫേസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 3 ഫേസിലും സെപ്പറേറ്റ് നമ്മളിവിടെ CTസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തോട്ട് നമ്മുടെ എനർജി മീറ്ററിൻ്റെ ബോക്സാണ് നമുക്ക് വരുന്നത്. എനർജി മീറ്ററിന് നമ്മൾ സെപ്പറേറ്റ് ഒരു ഐസൊലേറ്റർ നമ്മുടെ ഹോൾ സിസ്റ്റം ഷട്ട് ഓൺ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ 3 ഫേസിൻ്റെ ഒരു എനർജി മീറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കേബിളിങ് നമ്മൾ ഈ ടോപ്പിൽ കൂടെ തന്നെ നമ്മൾ ചെയ്ത് നമ്മൾ ഈ സൈഡിലായിട്ടാണ് മീറ്റർ ബോക്സ് വരുന്നത്. ഇവിടെ ഈ മീറ്റർ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഈ CTs നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള CTs നമ്മൾ ഇതിനകത്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമ്മൾ നെറ്റ് മീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് നമ്മൾ എൻഫേസിൻ്റെ CTs നമ്മൾ ഓരോ ഫേസിൽ നമ്മൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മൈസെൽഫ് അമിത് വർഗീസ് ജേക്കബ്, ഇവിടെ എലന്തൂരാണ് സ്വദേശം. ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് ഒരു 6 months ബാക്ക് ഇതുപോലെ ഒരു EV പർച്ചേസ് വന്നപ്പോഴായിരുന്നു ആദ്യമായിട്ട് സോളാർ ഇൻവെർട്ടേഴ്സ് ഇവിടെ വെക്കുന്നതിനെ പറ്റിയും കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചത്. അങ്ങനെ EV പർച്ചേസ് നടന്ന ഉടനെ വി വർ തിങ്കിങ് ഓഫ് ഇംപ്ലിമെൻറ്റിങ് സോളാർ. അങ്ങനെ പതിയെ വി ഗോട്ട് കണക്റ്റഡ് വിത്ത് ജിതിനെ വിളിച്ചു. ജിതിനോട് ഞാൻ ആദ്യം 2 ഇൻവെർട്ടേഴ്സിനെ പറ്റി, മൈക്രോ ഇൻവെർട്ടേഴ്സിനെ പറ്റിയും സ്പ്രിംഗ് ഇൻവെർട്ടേഴ്സിനെ പറ്റി ഞാൻ കണക്ട് ചെയ്ത് ചോദിച്ചിരുന്നു. സോ ജിതിൻ എനിക്ക് മൈക്രോ ഇൻവെർട്ടേഴ്സാണ് കൂടുതൽ സജസ്റ്റ് ചെയ്തത്. ബിക്കോസ് അതിൻ്റെ ഒരു എപ്പോൾ വേണമെങ്കിലും ഹൈബ്രിഡ് എലമെൻ്റ് ഉണ്ട്. യു ക്യാൻ സ്വിച്ച് ഇറ്റ് ടു ബോത്ത് ഹൈബ്രിഡ് ആൻഡ് ബാറ്ററി ഫങ്ഷൻസ് ആക്കാം. പിന്നീട് നല്ല എക്സ്പാൻഡബിലിറ്റി ഉണ്ട്. ഓൾസോ ഇൻഡിവിജ്വൽ പാനൽ മോണിറ്ററിംഗ് ഉണ്ട് ഇതിൽ. അപ്പം ഐ വാസ് മോർ ലീനിയൻ ടു ദാറ്റ് അഡ്വൈസ്. ഇറ്റ് വാസ് എ വെരി ഗുഡ് അഡ്വൈസ്. കാരണം വി ഗോട്ട് എ വെരി ഗുഡ് സർവീസ് ഫ്രം ദം. വളരെ 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 നന്നായിട്ട് ഇതേക്കെയും ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ അറിയിക്കാതെ വളരെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വർക്ക് വാസ് ഡൺ ഇൻ വെരി വെരി ഷോർട്ട് ടൈം. ഓൾസോ വർക്ക് വാസ് ഡൺ ഇൻ വെരി വെരി സ്പീഡ്. നല്ല 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 ബിഹേവിയറോട് വളരെ ഗുഡ് സ്റ്റാഫ്. എല്ലാവരുമായിട്ട് നല്ല ഇതായിട്ട് വർക്ക് നടന്നിരുന്നു. വി വർ വെരി ഹാപ്പി വിത്ത് ദ സർവീസ് ആൻഡ് കറൻ്റ്ലി നല്ല പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഈവൻ ദോ മഴ ഇങ്ങനെ സിറ്റുവേഷൻ ആണെങ്കിൽ ആദ്യം നല്ല അനാലിസിസ് നടത്തി നമ്മുടെ കറണ്ട് അനാലിസിസ് നോക്കി ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇത്ര യൂണിറ്റ് സജസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിരുന്നു. ആൻഡ് അതിനനുസരിച്ചുള്ള കാര്യങ്ങളും പേപ്പർ വർക്ക്, ഡോക്യുമെൻറ്റേഷൻസ് ഒന്ന് തിരിഞ്ഞ് നോക്കുക പോലും വേണ്ടി വന്നില്ല. എവറി പാർട്ട് വാസ് ക്ലിയർലി ഡൺ ആൻഡ് വി വർ വെരി ഹാപ്പി. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അടുത്തൊരു സൈറ്റിൽ എന്തെങ്കിലും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും തുടർച്ചയായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇത്രയും നേരം കൂടെ വന്നതിന് നന്ദി. താങ്ക് യു.